പ്രിയപ്പെട്ടവരെ. ഒരു പ്രേക്ഷകൻ നമുക്കൊപ്പം ചേരുന്നുണ്ട്, ഷിബു ദേവദത്ത്. നേരത്തെ വിഷ്ണുവിൻ്റെ വാർത്ത സംപ്രേഷണം ചെയ്യുന്നത് കണ്ടിട്ട് ഷിബു ദേവദത്ത്, ഫ്രഷ് കട്ട് ഓർഗാനിക്കിൻ്റെ MD ആണ് ഷിബു ദേവദത്ത്. വിഷ്ണുവിൻ്റെ ചിത്രങ്ങൾ നമുക്ക് സമ്മാനിച്ച വേദനയുണ്ടല്ലോ, ആ വേദന ഷിബു ദേവദത്ത് ഏറ്റെടുക്കുകയാണ്. വിഷ്ണുവിന് വേണമെങ്കിൽ ഒരു കടയിട്ട് കൊടുക്കാമെന്ന് ഷിബു ദേവദത്ത് പറഞ്ഞു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഷിബു ദേവദത്ത്, വെരി ഗുഡ് മോർണിംഗ്. ഫ്രഷ് കട്ട് ഓർഗാനിക് MD ആണ്. എവിടെയാണ് ഷിബു ദേവദത്തിന്റെ വീട്? കോഴിക്കോടാണ്, കോഴിക്കോട് ടൗണില് എരഞ്ഞിപ്പാലത്താണ്. വിഷ്ണുവിന്റെ വാർത്ത കണ്ടു അല്ലേ? അതെ, രാവിലെ രഞ്ജിത്തിന്റെ റിപ്പോർട്ട് കണ്ടിട്ടുണ്ടായിരുന്നു. എന്താ ഷിബു, എന്തെങ്കിലും സാധ്യതയുണ്ടോ നമുക്ക്? തീർച്ചയായിട്ടും ഞങ്ങൾ ഇന്നലെ അവിടെ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടുത്തെ അന്തരീക്ഷങ്ങളൊക്കെ കണ്ടതാണ് ഇന്നലെ. അപ്പോൾ ഇന്ന് രാവിലെ രഞ്ജിത്തിന്റെ റിപ്പോർട്ട് കണ്ട് ആ കുട്ടിക്ക് എന്തായാലും അത്ര കഴിവുള്ള ഒരു കുട്ടിയാണ്. ആ കുട്ടിക്ക് ഇനി മുന്നോട്ടുള്ള ജീവിതം മാർഗമാണല്ലോ. അതെ, അപ്പൊ നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന ഹെൽപ്പ് എന്തായാലും തീർച്ചയായിട്ടും ചെയ്യും ആ കുട്ടിക്ക്. അതായത് ഒരു കടയിട്ട് കൊടുക്കുക എന്നതാണ്. അതെ. ഞാൻ അച്ഛൻ മരണപ്പെട്ടതാണ് എൻ്റെ. അപ്പൊ അച്ഛന്റെ ഫോട്ടോ ആ കുട്ടീനെ കൊണ്ട് വരപ്പിച്ചിട്ട് അതിന് ഒരു റിമ്യൂണറേഷൻ എന്നുള്ള ലെവലിൽ നമുക്ക് മേപ്പാടി ടൗണിൽ ആ കുട്ടിക്ക് ഒരു കട ഇട്ട് കൊടുക്കുന്നതാണ്. സന്തോഷം ഷിബു. ഷിബുവിന്റെ ഫാദറിന്റെ പേരെന്താ? സുരേഷ് ബാബു. അദ്ദേഹത്തിന്റെ വിഷ്ണു നമുക്കൊപ്പം ചേരുന്നുണ്ട് കേട്ടോ ഷിബു. വിഷ്ണു നമസ്കാരം. വിഷ്ണു കേൾക്കാമോ വിഷ്ണു? ഹലോ. കേൾക്കാം അല്ലേ? വിഷ്ണുവിന് കേൾക്കുന്നുണ്ടോ ഞാൻ പറയുന്നത്? കേൾക്കുന്നുണ്ട്. ചെറിയൊരു ടെക്നിക്കൽ ഗ്ലിച്ച് ഉണ്ടെന്ന് തോന്നുന്നു. വിഷ്ണുവിൻ്റെ വാർത്ത ഞങ്ങൾ ഇന്നിപ്പോൾ സംപ്രേഷണം ചെയ്തിരുന്നു. വിഷ്ണു ചിത്രം വരച്ച കടയും വിഷ്ണുവിൻ്റെ പോർട്രേറ്റും ഒക്കെ ഞങ്ങൾ കാണിച്ചു. അപ്പോൾ ഈ വാർത്ത കണ്ടിട്ട് കോഴിക്കോടുള്ള ഷിബു ദേവദത്ത് എന്ന് പറയുന്ന ഫ്രഷ് കട്ട് ഓർഗാനിക്കിൻ്റെ MD ഇപ്പോൾ ഞങ്ങളെ വിളിച്ചു. അപ്പോൾ താങ്കൾക്ക് ഒരു കട ഇട്ട് തരാം എന്നാണ് ഷിബു ദേവദത്ത് പറയുന്നത്. ഷിബു നേരിട്ട് സംസാരിച്ചോളൂ വിഷ്ണുവായി. ഹലോ വിഷ്ണു, ഗുഡ് മോർണിംഗ്. ഞാൻ ന്യൂസ് കണ്ടിട്ടുണ്ടായിരുന്നു. വിഷ്ണുവിന്റെ ചിത്രങ്ങളും കാര്യങ്ങളൊക്കെ കണ്ടു. വളരെ നന്നായിട്ടുണ്ട്. അപ്പോൾ വിഷ്ണുവിന് എന്നെ കൊണ്ട് പറ്റുന്ന ഒരു സഹായം മേപ്പാടി ടൗണിലേക്ക് നമുക്ക് വിഷ്ണുവിന്റെ കട മാറ്റിയിട്ട് ചെയ്യാനുള്ള ഒരു സൗകര്യം ആക്കി തരുന്നതാണ്. വിഷ്ണു, മേപ്പാടി ടൗണിൽ ഒരു കട ഷിബു ദേവദത്തിന്റെ നേതൃത്വത്തിൽ ഇട്ടുതരും. ഷിബു ദേവദത്തിന്റെ അച്ഛന്റെ ഒരു ചിത്രം താങ്കൾ വരയ്ക്കണമെന്നാണ് പറയുന്നത്. വിഷ്ണു വരച്ചു കൊടുക്കില്ലേ? ഓക്കെ, താങ്ക് യു വിഷ്ണു. വിഷ്ണു വരച്ച ആ ചിത്രങ്ങളിൽ പലരും ഇന്നിപ്പോൾ ഇല്ല അല്ലേ വിഷ്ണു? ഓക്കെ, ശരിയാണ്. വല്ലാത്തൊരു സങ്കടമായിരുന്നു വിഷ്ണുവിൻ്റെ ആ ചിത്രങ്ങൾ കാണുമ്പോഴും. എന്തായാലും ഇനി കാര്യങ്ങളൊക്കെ തെളിയട്ടെ. എന്തായാലും ഷിബുവിൻ്റെ ഒരു സഹായം അത് താങ്കൾ സ്വീകരിക്കാം. മേപ്പാടിയിൽ ഒരു കടയിട്ട് തരും കേട്ടോ ഷിബു. താങ്ക് യു ഷിബു. ഞങ്ങളുടെ പ്രതിനിധി രഞ്ജിത്തുമായിട്ട് ബന്ധപ്പെടും. രഞ്ജിത്ത് വിഷ്ണുവുമായിട്ട് ബന്ധപ്പെടും. താങ്ക് യു ഷിബു. ഫ്രഷ് കട്ട് ഓർഗാനിക്കിൻ്റെ MD ആണ് ഷിബു ദേവദത്ത്. ഷിബു ദേവദത്തിന് അച്ഛൻ്റെ ഒരു ചിത്രം വരച്ചതിന് ശേഷം മേപ്പാടിയിൽ ഒരു കട ഇട്ട് കൊടുക്കാം വിഷ്ണുവിനെന്നാണ് പറയുന്നത്. നമ്മുടെ വാർത്ത സംപ്രേഷണം ചെയ്ത് മിനിറ്റുകൾക്കുള്ളിൽ ധാരാളം പ്രേക്ഷകർ നമ്മളെ വിളിക്കുകയും അത്തരം കാര്യങ്ങളിൽ ഇടപെടുകയും ചെയ്യുന്നു എന്നുള്ളത് വളരെ സന്തോഷം നൽകുന്നൊരു കാര്യമാണ്. മനുഷ്യർക്ക് മനുഷ്യനെ സ്നേഹിക്കാൻ ഇങ്ങനെയൊക്കെയല്ലേ പറ്റത്തുള്ളൂ. വിഷ്ണുവിൻ്റെ ആ ചാരുത കണ്ടറിയുന്ന മനുഷ്യർ ആരായാലും വിഷ്ണുവിനെ ഇഷ്ടപ്പെട്ടു പോകും, വിഷ്ണുവിന് സഹായം നൽകിപ്പോകും. തീർച്ചയായിട്ടും സ്നേഹപ്പുഴ ഒഴുകണം വയനാട്ടിലേക്ക്. ഒന്നല്ല, ഒരുപാട് പുഴകൾ ഇങ്ങനെ ഒഴുകണം, കൈവഴിയായിട്ടും ഒക്കെ ഉണ്ടാവുക. വയനാടിനെ കൈപിടിച്ചുയർത്താൻ പ്രിയപ്പെട്ട പ്രേക്ഷകരുടെ സുമനസ്സുകൾ ഒപ്പമുണ്ടാവണം. നമ്മളുടെ വാർത്തയിൽ നിന്നും വയനാട് പിൻവാങ്ങിയാലും ആ മനുഷ്യരുടെ ജീവിതം പിൻവാങ്ങുന്നില്ലല്ലോ. അവരെ മുൻനിരയിലേക്ക് തന്നെ നമുക്ക് കൊണ്ടുവരണം. ആ നാട് അത്രമേൽ സുന്ദരമായൊരു നാടായിരുന്നു.